ശുക്രന്റെ മാറ്റമാണ് എപ്പോഴും ജ്യോതിഷപരമായി ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നത്. ജൂലൈ 26-നാണ് ശുക്രൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ഈ സമയം വ്യാഴവും മിഥുനത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പലപ്പോഴും നിങ്ങളിൽ ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കും. പലപ്പോഴും ജ്യോതിഷത്തിൽ ഈ യോഗം വളരെയധികം ശുഭകരമായി മാറുന്നു. സമ്പത്തും സമൃദ്ധിയും കുമിഞ്ഞുകൂടും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശുക്രൻ പ്രതാപത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഗ്രഹമാണ്. ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. അത് ഏതൊക്കെ രാശിക്കാരിലാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് ഗജലക്ഷ്മി രാജയോഗ ഫലം നൽകുന്നത്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ തേടിയെത്തും. ജോലി അന്വേഷിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. ലക്ഷ്മി ദേവി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വലതുകാല് വെച്ച് കയറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പലപ്പോഴും ദാനധർമ്മങ്ങൾ നടത്തുന്നത് ഗുണാനുഭവങ്ങൾ ഇരട്ടിയാക്കും. കുംഭം. കുംഭം രാശിക്കാർക്ക് രൂപം കൊള്ളുന്ന ഗജലക്ഷ്മി രാജയോഗം 5-ാം ഭാവത്തിലാണ് രൂപം കൊള്ളുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷത്തിലേക്ക് എത്തിക്കും. ജീവിത സാഹചര്യം നിങ്ങളെ മികച്ച മാറ്റങ്ങളിലേക്ക് എത്തിക്കാം. സാമ്പത്തിക സ്ഥിതി നിസ്സാരമായിരിക്കുകയില്ല. കുട്ടികളുടെ ആരോഗ്യവും മെച്ചപ്പെടും. പഠനകാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങളുണ്ടാവും. വിദേശത്ത് നിന്ന് ജോലിക്കായി കൂടുതൽ അവസരങ്ങൾ തേടിയെത്തും. സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. തുലാം. തുലാം രാശിക്കാർക്ക് മികച്ച മാറ്റങ്ങളാണ് തേടിയെത്തുന്നത്. ഇവരിൽ 9-ാം ഭാവത്തിലാണ് ഈ രാജയോഗ ഗുണം രൂപം കൊള്ളുന്നത്. സാമ്പത്തികമായി മികച്ച സമയമാണ്. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച നേട്ടം തേടിയെത്തും. സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാകും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ തേടിയെത്തും. വരുമാനം ഇരട്ടിയാവുകയും എല്ലാ തരത്തിലുള്ള അനുകൂല മാറ്റങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. കരിയർ ആഗ്രഹിക്കുന്നത് പോലെ ഉയർച്ചയുണ്ടാകും. ധനു. ധനു രാശിക്കാർക്ക് ഗുണപരമായ പല മാറ്റങ്ങളും ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഫലമായി ലഭിക്കും. സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതായിരിക്കും. ഇവരുടെ 7-ാം ഭാവത്തിലാണ് രാജയോഗം രൂപം കൊള്ളുന്നത്. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ നേട്ടങ്ങൾ ഇരട്ടിയാകും. സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ നിങ്ങൾ മികച്ചു നിൽക്കും. പണം ചിലവാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനവും ഇരട്ടിയാകും. ഇടവം. ഇടവം രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം ഗുണാനുഭവങ്ങൾ ഇരട്ടിയാക്കും. പുതിയ ആഭരണം വാങ്ങുന്നതിനും സമ്മാനമായി ലഭിക്കുന്നതിനും യോഗം കാണുന്നുണ്ട്. ആരോഗ്യത്തെ ഒട്ടും തന്നെ ഭയക്കേണ്ടതില്ല. സാമ്പത്തിക സ്ഥിതിയിൽ പോസിറ്റീവ് മാറ്റങ്ങൾ തേടിയെത്തും. മികച്ച മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ 26-ന് ശേഷം.